ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയിനെ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് പറയുന്നു. കല്യാണം കഴിക്കാമെന്ന് ഓക്കെ പറയുന്നതിന് മുമ്പ് അവള് കൊടുത്ത ആ ക്യാഷ് വെച്ച് അവന്റെ കടം തീർക്കണമെന്നാണ് കരുതിയിരുന്നത്. അതേപോലെ അവന്റെ കടമെല്ലാം അടച്ചു തീർത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ലിയോ ഒരു ഡയമണ്ട് റിങ് കണ്ട്, ഇങ്ങനെ ഒരു റിങ് അവൻ എന്റെ കയ്യിൽ ഇട്ട് തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നെന്ന് അവള് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഹീറോ പിന്നിലൂടെ വന്ന്, ഇത് ഫേക്ക് മാരേജ് ആണ്, അതുകൊണ്ട് ഫേക്ക് റിങ് ഇടാൻ പറ്റൂ, അധികം മോള് സ്വപ്നം കാണാതെ വാ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഇവിടെ ടോമിയുടെ അമ്മ വന്നതും ഹീറോയിനെ അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നിന്റെ ഡ്രസ്സ് ഈ കൊച്ചിന്റെ കല്യാണത്തിന് ഒന്ന് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് ചോദിക്കും. അതൊക്കെ ശരി, ഞാൻ തരാം, പക്ഷേ എന്റെ കല്യാണത്തിന് ഡ്രസ്സ് നിന്റെ കല്യാണത്തിന് വേണ്ടി യൂസ് ചെയ്താല് നിന്റെ കല്യാണത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കാൻ ഒന്നുണ്ടാവാതെ പോകില്ലേ? അതിന് പ്രശ്നമൊന്നുമില്ലെന്ന് ആന്റി ചോദിക്കുവാണ്. അമ്മ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം എന്ന് പറയാതെ, അതൊക്കെ നമ്മുടെ കാലത്തല്ലേ അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്, ഇവർ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങി കൊടുക്കുവാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ഫ്രണ്ടിനോട്, എടാ ഈ കോട്ട് എനിക്ക് നന്നായിട്ടുണ്ടോന്ന് എന്ന് നോക്കി പറയാൻ പറഞ്ഞതും, എന്റെ പൊന്നു മോനെ നിനക്ക് അത് നന്നായിട്ട് ചേരുന്നുണ്ട്, രാവിലെ മുതൽ നീ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന കോട്ടല്ലേ അത്, ഇനി ഒരു നിമിഷം എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല, നീ എന്തെങ്കിലും എടുത്തിട്ടിട്ട് വാടാ എന്ന് പറഞ്ഞു വിളിക്കുവാണ്. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയി. ഇന്നാണ് ലിയയും ഹീറോയ്ക്കും കല്യാണം നടക്കാൻ പോകുന്നത്. ചീപ്പായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുടെ അടുത്ത് പോയി ഹീറോയിൻ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീറോ ഇപ്പൊ ചർച്ചിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ലിയ അപ്പോൾ ഡോറ് തുറന്ന് കയറി വരുന്നുണ്ട്. എന്തോ ഇതിനു മുമ്പ് അവളെ കാണാത്ത പോലെയാണ് ഹീറോ നോക്കി നിൽക്കുന്നത്. ഹീറോയിൻ അവന്റെ അടുത്ത് വന്ന് നിന്ന്, എന്തിനാടാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേന്ന് ആരും കാണാതെ വഴക്ക് പറയാനായിട്ട് തുടങ്ങി. അവരും പെട്ടെന്ന് വാ അടച്ചു വെക്ക്, അപ്പോഴെങ്കിലും കുറച്ച് കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വായടിപ്പിക്കുകയാണ്. ഫാദർ പറഞ്ഞു കഴിഞ്ഞ് രണ്ടുപേരും മോതിരം കൈമാറുന്നുണ്ട്. നെക്സ്റ്റ് കിസ് ചെയ്യാൻ പറഞ്ഞതും വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നൈറ്റ് അമ്മ ഒരു പാർട്ടി പോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. രണ്ടുപേരോടും കേക്ക് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. താഴെ ലിയ അവന്റെ കാലിൽ ചവിട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കയ്യിലിരിക്കുന്ന കേക്ക് അവളുടെ മുഖത്താകുവാണ്. ഇവ മനഃപൂർവ്വമാണ് ചെയ്തതെന്ന് കരുതി അവളും അവളുടെ കയ്യിലിരിക്കുന്ന കേക്ക് അവന്റെ മുഖത്തേക്ക് തേച്ച് വെക്കുവാണ്. രണ്ടുപേരും തല്ലാകുമെന്ന് അറിഞ്ഞപ്പോ അമ്മ ഓടി വന്ന്, വേഗം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യി, ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് പോകും. പിന്നീട് അവരോട് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിലെങ്കിലും നന്നായിട്ട് ആക്ട് ചെയ്യുമെന്ന് കരുതി. പക്ഷെ അവിടെയും പ്രശ്നമാകാൻ പോകുന്ന നേരത്ത് പെട്ടെന്ന് ഹീറോ അവളുടെ കവളിലിരിക്കുന്ന കേക്ക് എടുത്ത് വായിൽ വെച്ചിട്ട്, ഈ കേക്ക് ഒരു ടേസ്റ്റേ ഇല്ല, അത് നിന്റെ ചുണ്ടത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് വെറുതെ ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ക്ലബായി പോയി എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും എന്ന് ഹീറോയിൻ പറഞ്ഞതും ഹീറോ ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ പാർട്ടിയും കഴിഞ്ഞു. അമ്മ വന്ന്, എനിക്ക് ജോലിയുണ്ട് മോളെ, നീ ഹീറോയുടെ കൂടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞയക്കുവാണ്. അവനാണെങ്കിൽ നന്നായിട്ട് കുടിച്ച് ബോധവും ഇല്ല. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നാണ് അവള് നോക്കുന്നത്. പക്ഷെ ഇവൻ വഴങ്ങുന്ന പോലെയില്ല. അവിടെ ഇവിടെ ആടി ആടി അവൻ ഒരു റോഡ് സൈഡിൽ വന്നിരിക്കുവാണ്. നീ എന്താ പിച്ചക്കാരനാണോ? പിച്ച എടുക്കാൻ പോകുവാണോ? എന്നാ നീ ഇവിടെ ഇരുന്ന് പിച്ച എടുക്ക്, ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവള് തിരിഞ്ഞു പോകാൻ നോക്കിയാല് അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവന്റെ മടിയിലേക്ക് പിടിച്ചിരുത്തുവാണ്. എന്നിട്ട് എന്റെ പുതിയ വൈഫ് എന്ന് പറഞ്ഞ് അവളെ കൊഞ്ചിക്കാൻ തുടങ്ങി. ഹീറോയിൻ ഇത് കേട്ട്, എന്ത് വൈഫോ, നിന്റെ കൂടെ എങ്ങനെയാ ഒരു വർഷം ജീവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല, പിന്നെയാണോ എന്ന് പറഞ്ഞ് പിറുപിറുത്തിട്ട് അവനെ താങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ പിന്നെയും അവൻ, ഞാനാണ് നിന്റെ കെട്ടിയവൻ, ഞാനാണ് നിന്നെ ചുമക്കേണ്ടതെന്ന് പറഞ്ഞ് അവളെ എടുത്തിട്ട് നേരെ ബെഡിലേക്ക് ഇട്ടിട്ട് കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആകെ നെർവസായി, ഇവൻ എന്തായി കാണിക്കാൻ പോകുന്നത് എന്ന പോലെ പേടിച്ചിരിക്കുവാണ്. പെട്ടെന്ന് ഹീറോ ബോധം പോയി അവളുടെ മേലേക്ക് തന്നെ മറഞ്ഞു വീഴും. ഒരു നിമിഷത്തേക്ക് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു എന്ന പോലെ അവനെ തള്ളി മാറ്റിയിട്ടിട്ട് അവന്റെ കോട്ടും ഷൂ എല്ലാം ഊരി കൊടുത്തിട്ട് അവളും ഉറങ്ങാനായിട്ട് പോയി. നെക്സ്റ്റ് ഡേ അവളുടെ ചേച്ചിയോട് പറയുന്നുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞെന്ന കാര്യം. ചേച്ചി അവളെ വീഡിയോ കോൾ വഴി കണ്ണ് പൊട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹീറോയെ കണ്ടതും, എടി നീ ശരിക്കും ഇവനെ തന്നെയാണോ കല്യാണം കഴിച്ചത്? സത്യം പറ, ഗ്രീൻ കാർഡിന് വേണ്ടിയാണോ കല്യാണം കഴിച്ചത്, അതോ ചെക്കൻ നല്ല ഹാൻഡ്സ് ആണല്ലോ, സത്യം പറയടി എന്ന് ചേച്ചി സംശയത്തോട് ചോദിക്കുവാണ്. ഇവളും, പോടി ചേച്ചി, അങ്ങനെയൊന്നുമില്ല, ഇത് വെറും ഫേക്ക് കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും കോള് കട്ട് ചെയ്ത് പോകും. നെക്സ്റ്റ് അമ്മ വന്നതും ഗ്രീൻ കാർഡ് കൊടുക്കുന്ന ആള് നിങ്ങളുടെ ലവ് സ്റ്റോറി ചോദിച്ചാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് ആര് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു ലവ് സ്റ്റോറി എഴുതണമെന്ന് പറഞ്ഞതും ഹീറോയിനോട് ഹീറോയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയാൻ തുടങ്ങി. ബ്യൂട്ടിഫുൾ ആയ ഒരു ബീച്ചില് ഇളം വെയിലടിക്കുന്ന സമയത്ത് ഞാൻ ഒരു കരിക്കും കുടിച്ചിട്ട് നടന്നു പോകുമ്പോ ആ സമയം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയാൽ ആരാ, നീ വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നു. അത് കണ്ടതുമെന്ന് പറയാൻ വന്നതും ഹീറോ, നിർത്ത്, അതെന്തിനാ ഞാൻ ചാകണം, നീ വേണമെങ്കിൽ ചാക്, എന്നെ കൊണ്ട് ചാകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഹീറോ ആകെ ടെൻഷൻ ആകാൻ തുടങ്ങി. ശരി എന്നാ ഞാൻ ചാകാം എന്ന് പറഞ്ഞിട്ട്
അതെ, അതേ ബ്യൂട്ടിഫുൾ ആയ ബീച്ചില് ഇളം വെയിലടിക്കുന്ന സമയത്ത് സ്റ്റൈലായിട്ട് നടന്നു വരുമായിരിക്കും നീ. അപ്പൊ ആരോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്നു. അടുത്ത സെക്കൻഡില് ചാടി നീ എന്നെ രക്ഷിച്ച് സ്റ്റൈലായിട്ട് കൊണ്ടുവന്ന് കിടത്തിയതും നീ അപ്പോ തന്നെ ബോധം കെട്ട് താഴെ വീഴും. കാരണം എന്നെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ നീ നിറയെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്ന് പറയാൻ വന്നതും അതെന്ത്, ഞാൻ നിന്നെ രക്ഷിച്ചിട്ട് ബോധം കെട്ട് വീഴുന്നത് ഞാനാണോ? ഇതെന്ത് ലോജിക്കില്ലാത്ത കഥയാണെന്ന് ഹീറോ ചോദിക്കും. ശരി, എന്നാ ഞാൻ നിന്നെ രക്ഷിക്കാതെ നീ ചത്തുപോയി, അതുകൊണ്ട് ഒരു വെള്ളത്തുണി ഇട്ട് മൂടി, സ്റ്റോറിയും കഴിഞ്ഞു, സമാധാനായോ എന്ന് ഹീറോയിൻ പറഞ്ഞതും ഹീറോ ഇത് കേട്ടിട്ട് അമ്മ ഇവള് കഥ പറയുന്നതല്ല, ഇവളുടെ ആഗ്രഹങ്ങളാ പറയുന്നേ. എനിക്ക് നല്ല പേടിയാ, ഇനി ഉറക്കത്തിലെങ്ങാനും ഇവളെ എന്നെ തലക്കടിച്ചു കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? എനിക്ക് ഇവളെ വിശ്വാസമേ ഇല്ല എന്ന് ഹീറോ പറയുന്നത് കേട്ട് രണ്ടുപേരെയും കേട്ട് അമ്മ ടെൻഷനായി. നിർത്ത് രണ്ടുപേരും ഒന്ന്. രണ്ടുപേരും ബീച്ചിൽ വെച്ച് കണ്ടതും ലവ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലവേഴ്സിനെ പോലെ അഭിനയിക്കണം. കാർഡ് കൊടുക്കുന്നവരും നിങ്ങളെ ചെക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നടുരാത്രി വരെ കയറി വന്ന് കഥക് തട്ടാനും ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഭിത്തിയിൽ ഊട്ടയിട്ട് നിങ്ങളെ സ്പൈ ചെയ്യാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ബെഡിലെ ഉറങ്ങാവൂ എന്ന് പറഞ്ഞിട്ട് അമ്മയും പോകുവാണ്. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ ഹീറോ ഈവനിങ് വർക്ക് കഴിഞ്ഞ് ഫ്രണ്ടിന്റെ കൂടെ വന്ന് പിസ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പിസയുടെ ഡോള് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനെ കണ്ട ഫ്രണ്ട് ആണെങ്കിൽ കുലുങ്ങി കുലുങ്ങി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അത് തലയിലിരുന്ന ക്യാപ്പ് എടുത്ത് മാറ്റുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയിൻ ആയിരിക്കും ആ പിസ. ഹീറോ അവളെ കണ്ടതും അടുത്തേക്ക് വന്ന്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, ആ കുണുങ്ങി കുണുങ്ങി ആ ഡാൻസ് എന്ത് ക്യൂട്ടായിരുന്നു, സോ ക്യൂട്ട് എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ച് ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്നലെ അമ്മ മറ്റുള്ളവരുടെ മുമ്പില് ലവേഴ്സിനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അതോർത്ത് ഹീറോ കിസ് വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. അവളും ഇപ്പൊ വേറെ വഴിയില്ലാതെ കിസ് കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. കട്ട് ചെയ്താല് ഇവർക്ക് കാർഡ് കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, തമ്മിൽ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് അവരുടെ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് മറക്കാൻ പറ്റാത്ത വിഷയങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതി അവൻ ലിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. ലിയും അതേപോലെ എഴുതി ഹീറോയ്ക്കും കൊടുക്കുവാണ്. അങ്ങനെ കൊടുത്ത അവളുടെ ഡയറി വായിച്ച് ഹീറോയിന് ചെമ്മീൻ ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം തന്നെ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു സൂപ്പ് ഉണ്ടാക്കും. ഹീറോയിൻ വർക്ക് കഴിഞ്ഞ് തിരികെ വന്നതും ഇവൻ ഇരുന്ന് കൊതിപ്പിച്ചിട്ടേ കുടിക്കാൻ തുടങ്ങിയതും ഓൾറെഡി നല്ലപോലെ വിശന്നിരുന്ന ഹീറോയിൻ കെഞ്ചി അവന്റെ അടുത്ത് നിന്ന് അത് വാങ്ങി അതിലുള്ളത് ചെമ്മീനാണെന്ന് അറിയാതെ മൊത്ത സൂപ്പ് പകത്താക്കുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞതും അവൾക്ക് അലർജി ആവാൻ തുടങ്ങി. കാരണം ചെമ്മീൻ അവൾക്ക് അലർജിയാണ്, അതുകൊണ്ടാണ് അവളെ ഇഷ്ടമല്ല എന്ന് എഴുതി വെച്ചത്. ഉണ്ടായിരുന്നു എന്റെ പ്രാങ്ക് എന്ന് പറഞ്ഞ് ഹീറോ ചിരിക്കുന്നതിനുള്ളില് നമ്മുടെ ഹീറോയിൻ മയങ്ങി താഴെ വീഴുവാണ്. ഹീറോ പേടിച്ച് ഓടിപ്പോയി എടുത്തിട്ട് അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞതും ഹീറോയ്ക്ക് എന്തോ വേണ്ടിയിരുന്നില്ലെന്ന് ഫീൽ ആകാൻ തുടങ്ങി. കുറച്ച് ഭേദമായതും ഹീറോയിൻ പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോ ഹീറോ വന്ന് അവളോട് സോറി ചോദിക്കുവാണ്. പക്ഷെ ഹീറോയിൻ സങ്കടത്തിൽ കരഞ്ഞിട്ടേ, ഞാൻ ഗ്രീൻ കാർഡിന് വേണ്ടി എഴുതി തന്ന ആ ഡയറി വെച്ച് നീ എന്നെ ടോർച്ചർ ചെയ്യുവാണല്ലേ, അങ്ങനെയാണെങ്കിൽ എന്റെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നീ വലുതായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഹീറോ അവളോട് സോറി പറഞ്ഞിട്ടേ, ഞാൻ വെറുതെ തമാശക്ക്, ശരി ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, സീരിയസ്ലി നിനക്ക് വേണ്ടി നീ തന്ന ആ ഡയറി മൊത്തം പഠിച്ച് ഗ്രീൻ കാർഡ് വാങ്ങാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് അവൻ സത്യം ചെയ്തു കൊടുക്കുവാണ്. ഹീറോയിനും സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞിട്ട് തിരികെ അവര് വീട്ടിലേക്ക് പോകുന്ന വഴി തെരുവിലെ എന്തോ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട്. അത് കുറച്ചു നേരം ഒന്നിച്ച് നോക്കി നിൽക്കുവാണ്. അപ്പോ ഹീറോ ദാഹിക്കുന്നുണ്ട്, വെള്ളം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതും ഹീറോയിൻ നോക്കുമ്പോ കൂട്ടത്തിനിടയിൽ അവളുടെ അമ്മയെ പോലെ ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതിനുള്ളിലെ അവർ ആ കൂട്ടത്തിനിടയിൽ മറഞ്ഞു പോകുവാണ്. ഹീറോയിൻ ഓടി അവരുടെ അടുത്തേക്ക് എത്താനും കഴിയുന്നില്ല. ഹീറോ വന്ന് എന്താ നീ തിരയുന്നതെന്ന് ചോദിക്കും. അമ്മയുടെ കല്ലറ ഞാൻ എത്ര നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇപ്പൊ അമ്മയെ പോലെ ഒരാളെ ഞാൻ കണ്ടിരുന്നു, അതെന്റെ അമ്മ തന്നെയാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹീറോയും ഇത് കേട്ട്, ശരി അത് അമ്മയാണെങ്കിൽ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, പക്ഷെ ഇപ്പോ ഗ്രീൻ കാർഡ് വാങ്ങിക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.